അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ കരുതിയതാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നില്ല വിചാരിച്ചു. പിന്നെയും ഓരോ ദിവസം വീഡിയോ എത്തില്ലെങ്കിൽ നമ്മുടെ വാച്ച് അവറൊക്കെ കുറഞ്ഞു പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ചോറൊക്കെ വെച്ച് വാർത്തു കേട്ടോ. രാവിലെ ദോശയായിരുന്നു, അതൊക്കെ കഴിച്ച് മക്കൾ പോയി. പിന്നെ കറി വെക്കാനാണ്, വെണ്ടയ്ക്ക കൂട്ടാൻ വെക്കാനാണ്. വെണ്ടയ്ക്ക ഉണക്കമീൻ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാറ്റി വെണ്ടയ്ക്ക മാത്രം ആക്കിയിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊന്നും ഇതുവരെയും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വിറകടുപ്പൊക്കെ ഒന്ന് ഐശ്വര്യമായി വീണ്ടും കത്തിച്ചെടുത്തു. രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞതും തീയൊക്കെ ഒന്ന് കെട്ടുപോയിട്ടാണ് വീണ്ടും തീ പിടിപ്പിക്കുകയാണ്. ഓല ഇടുമ്പോൾ തന്നെ ഒന്ന് ആളി കത്തും. ഇനി വിറകൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി വിറക് വെക്കട്ടെ. തീയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുമ്പോഴേക്കും ചട്ടിയൊക്കെ ഒന്ന് ചൂടാവും. വേറെ ഒരു കറിയുമില്ല കേട്ടോ, വെണ്ടയ്ക്ക കറി മാത്രമാണ്. പിന്നെ വല്ല ഉണക്കമുളക്, കൊണ്ടാട്ടമുളക് വറുക്കുക, പപ്പടമൊന്നും ഇല്ല. അപ്പോൾ മേടിച്ചിട്ട് വേണം. പപ്പടവും മുട്ടയൊക്കെ വറുക്കണമെങ്കിൽ മേടിച്ചിട്ട് വേണം. മോള് പരീക്ഷ കഴിഞ്ഞ് എത്തി. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അവൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരും. അല്ലെങ്കിൽ ഒന്ന് വെണ്ടയ്ക്കപ്പുളി മാത്രം തന്നെ. ഇത് ഞാൻ കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നല്ല തോർത്താണ് കേട്ടോ, എന്നും കഴുകുന്നതാണ്. അപ്പം ഇതുപോലെ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് വേഗം ചൂടായി കിട്ടണമെങ്കിൽ ഒന്നിങ്ങനെ തുടച്ചെടുക്കും. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടിൻ്റെ മൂടൊക്കെ ആകെ ചെന്ന പിന്നാന്നായിട്ടുണ്ട്, പൊട്ടിയ പോലെയൊക്കെ ആയിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല, അങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ മാത്രം ഇട്ടിട്ട് വെക്കാട്ടോ. ഞാൻ പിന്നെ കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ചിട്ടും വയ്ക്കാം, തേങ്ങ ഒഴിക്കാതെയും വെക്കാം. അവിടെ പിന്നെ കറിയൊക്കെ വേണം കേട്ടോ, അതുകൊണ്ട് ഞാൻ തേങ്ങ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയുള്ളിയും തക്കാളിയും ഇട്ടാം. അപ്പോൾ ആദ്യം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടണ്ട. ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. പച്ചമുളകില്ല, പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളതൊക്കെ. ഇനി എല്ലാം മേടിക്കണം. ഇനി കടയിൽ പോയിട്ട് എന്തായാലും പുറത്ത് പോകണം, പുറത്ത് പോയിട്ട് വേണമൊക്കെ മേടിക്കാൻ. അപ്പോൾ ആ ചെറിയുള്ളിൻ്റെ കൂടെ തന്നെ അത് മുറിച്ച് വെച്ച വെണ്ടയ്ക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൽ കൂടെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ അതൊന്ന് വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തോട്ടെ, ആ സമയം വീഡിയോ ഓണാക്കാൻ മറന്നു. ഉപ്പും കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇനി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് കേട്ടോ, കുറച്ച് കറിയിൽ വെക്കണുള്ളൂ. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഓവറായി കത്തുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിറക് മാറ്റി വെച്ചു അങ്ങോട്ട്. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.25 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1.25 ഇട്ടിരിക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അങ്ങോട്ട് ഇളക്കാം. അപ്പോൾ ചിലവർ മല്ലിപ്പൊടി ഇല്ലാതെയും വെണ്ടയ്ക്കപ്പുളി വെക്കട്ടെ, നല്ല കട്ടിക്ക് അങ്ങോട്ട് വെച്ചെടുക്കും. ഒരുപാട് കറിയൊന്നും ഇല്ലാതെ മല്ലിപ്പൊടി ഇല്ലാതെയും വെണ്ടയ്ക്കപ്പുളിയൊക്കെ വയ്ക്കുക. അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ഈ കറിയൊക്കെ നല്ലോണം വേണം. ഇവിടെ 2 നേരത്തേക്കുള്ള കറിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. ഉണക്കമീനൊന്നും ഇടുന്നില്ല. പോയാ 2 മുട്ട മാത്രം മതി. 12 മതി, ഒരു മുട്ടയ്ക്ക് 6 അല്ലേ. അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഓഫാക്കാൻ മറന്നുപോയി. അപ്പോൾ അവൾ കടയിൽ പോവുമായിരുന്നു കേട്ടോ മുട്ട മേടിക്കാൻ. 1 മണിയാകുമ്പോഴേക്കും കട അടയ്ക്ക്. 1 മണിക്ക് അടച്ചാൽ പിന്നെ 3 മണി കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. അപ്പോൾ പുളിവെള്ളമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു, ലൈക്ക് അടിച്ചു, കമൻറ്റ് ചെയ്തു. ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അന്നേരം ഞാനൊരു കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾ ഇനിയും ഉണ്ടാക്കുമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കി കാട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികൾ. അങ്ങനെ ഏതാ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒന്നും കൂടെ കടുക് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കാച്ചി ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ. ഞാൻ അങ്ങനെ ഇനി ഒഴിക്കുകയൊന്നുമില്ല. ഒരു ഉപ്പ് പൊളിക്ക് നോക്കട്ടെ. എല്ലാം കറക്റ്റ്. ഇനി കറി ഒന്ന് കടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ പണിയെടുക്കാൻ നിന്നിരിക്കുന്നത്. തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ. നീ അമൃതാഞ്ജന നീ എവിടെ? എൻ്റെ റബ്ബേ, എവിടെ തേച്ച് നീ ഇതെടുത്തിട്ട്? ഈ അമൃതാഞ്ജനം ഫുള്ളും എടുത്ത് തേച്ച അത് എരിയട്ടെ നീ കേട്ടാ. എന്ത് എന്തില്ല? നീ ഇതെവിടെ നിന്ന് എടുത്തത്? ഇതുമ്മ മേലെ വെച്ചതാണല്ലോ. നീ എങ്ങനെ എടുത്ത്?
ഏ ഇനി എരിച്ചത് വരില്ല. ഇത് കഴുകാൻ പറ്റുമോ? ഇനി കഴുകിയാൽ ഇത് എരിയില്ല നിനക്കിനി. ഏ ഉമ്മ കാലിൽ തേക്കണ പറഞ്ഞ് നീ അതുപോലെ എടുത്ത് തേക്കാണ്. ഏ കൈ നോക്കട്ടെ, കാട്ട്. കണ്ടില്ലേ അത്? കണ്ടില്ലേതാ കയ്യിൽ കാട്ടിയിരിക്കണ നോക്ക്. ആ കൈ കാട്ട്. എൻ്റെ റബ്ബേ, ആ മുട്ടിൽ അങ്ങഞ്ഞെടുത്ത് തേച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടാ? എന്ത് എരിയട്ടെ? ഞാൻ കഴുകി തരില്ല കേട്ടാ. കുറച്ചു നേരം എരിഞ്ഞ് നീ കരയി, അപ്പോഴേ മനസ്സിലാവുള്ളൂ. കഴുകി തരില്ല. കഴുകി ഇനിയും എരിയും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് മറിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഒന്നും കൂടെ വേകാനുണ്ട് കേട്ടോ. അത് വെന്തിട്ടില്ല. വെണ്ടയ്ക്ക ഒന്നും കൂടെ അങ്ങോട്ട് വെന്ത് വരണം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഇതിലെല്ലാം കറക്റ്റാണ് കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം കറക്റ്റാണ്. പിന്നെ വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തേങ്ങയില്ലാതെ ഇങ്ങനെയും ഈ കറി എടുത്ത് കഴിക്കാട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളുടെ റേഷനരി ചോറില്ലേ, വെള്ളയരി, പെട്ടെന്ന് വേണ വെള്ളയരി ചോറിനൊക്കെ ഈ കറി ഒഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരച്ച് വെച്ച തേങ്ങ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അധികം തേങ്ങ നല്ല മൂപ്പായത് കൊണ്ട് എത്ര അരച്ചിട്ടും ശരിക്കും അരയണില്ല കേട്ടോ. ആവുന്ന പോലെയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെ അവിടങ്ങളിലൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്കപ്പുളി, കൈപ്പയ്ക്കപ്പുളിയൊക്കെ വയ്ക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ എന്താണ് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം 1-2 മുട്ടയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി വയ്ക്കാൻ. അപ്പോൾ ചിലർ വിചാരിക്കും മുട്ട പുളി ഒഴിച്ച് വെക്കുകയാണെന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ പുളിയൊക്കെ ഒഴിച്ചിട്ടൊക്കെ വെക്കുമ്പോൾ. ഇതിൽ 2-3 കോഴിമുട്ടയൊക്കെ നമ്മൾ ഉടച്ചൊഴിച്ചിട്ട് വെച്ചാലില്ല, ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ ഇക്കാക്കൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊന്നും അങ്ങനെ ചെയ്യില്ല. എൻ്റെ വീട്ടിലൊക്കെ പോയി അങ്ങനെ വെക്കും, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കാം. ഇനി ഇതിൽ കടുക് വറുക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉപ്പ് വേണം. കറി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ മോൾക്കൊരു മുട്ട ഒന്ന് വറുത്ത് കൊടുക്കാനാണ് കേട്ടോ. അത് ചിക്കി വറുക്കാനാണ്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കാണുള്ളൂ. സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി ഇടുന്നുണ്ട്. നേരെ മൂടിയിട്ട് വെക്കിട്ടാ. പിന്നെ ഒരു കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അവിടെ ഉണ്ട് അതങ്ങോട്ട് വെക്കും. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മോള് പരീക്ഷയൊക്കെ കഴിഞ്ഞെത്തി. അതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയില്ല. അതുകൊണ്ട് വയ്ക്കും. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും തക്കാളി ഇടാം. അടുപ്പത്തായതുകൊണ്ട് പെട്ടെന്ന് ആവിട്ടാ. ഇത്തിരി കരി പിടിച്ച ചട്ടികൾ തേച്ച് എടുക്കാൻ ബുദ്ധിമുട്ട് തന്നെ ഉള്ളൂ. കറകൊക്കെ വേണമെന്നുള്ളൂ. പെട്ടെന്നൊക്കെ ആവുന്നുണ്ട് അടുപ്പത്തായതുകൊണ്ട്. ഇനി മുട്ടയും കൂടെ ഉടച്ചൊഴിച്ചിട്ടൊന്ന് ഇളക്കി വറുക്കാൻ കേട്ടാ. തേങ്ങയായിരുന്നു കുറച്ചിതിൽ. ഇന്നലെ ഒന്നും ഇട്ടില്ലമ്മ. എന്താണ് ഞാൻ ഇന്നലെ ഇതുപോലെ എന്താണ് കാക്ക് ഒരു മുട്ട ഇങ്ങനെ ആക്കി കൊടുത്തേ. ഇവരൊക്കെ വേഗം ചോറിൻ്റെ കിടന്നോട്ടാ. അപ്പോൾ അവിടെ ഞാൻ അപ്പോൾ ഇന്നലെ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് അവള് ലേശം ഇന്ന് രാവിലെ എടുത്ത്. അതാണ് അപ്പം ഇന്ന് അതുപോലെ ആക്കി കാട്ടുമ്മ പറയുന്നത്. അപ്പം ഞാൻ തേങ്ങ ഇടണ ചോദിച്ചപ്പോൾ ഇന്നലെ ഇട്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്ന് ചെറുതായി വാടി വരട്ടെ. അപ്പം ഇതിൻ്റെ നടുക്ക് നമുക്ക് ഈ മുട്ട അങ്ങോട്ട് ഉടച്ചൊഴിക്കാം. അപ്പോൾ അടുത്ത മുട്ടയും കൂടെ ഉടച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് കേട്ടോ. ഇനി ഇപ്പം തന്നെ ഒന്ന് ഇളക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. അതിന് ശേഷം ഇങ്ങനെ ചിക്കി ഇളക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ മുട്ട വറുത്ത് കൊടുക്കുന്നത് ഇവർക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ വറുക്കുമ്പോൾ കുറച്ച് തേങ്ങ ചിരവിയത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഇതിനായിട്ട് തേങ്ങ തിരുമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കും.
അതേപോലെ തന്നെ കുറച്ച് മുരിങ്ങയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. ഒന്നും കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കുക. ഇപ്പം തന്നെ ഇളക്കിയാൽ അതങ്ങനെ ഒരു ജാതി ഒരു കൊളോളോളാന്നാവും. ചിലപ്പോഴൊക്കെ എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ, കുഴകുഴ എന്നൊക്കെ പറഞ്ഞത്. അതിങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ആവട്ടെ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എത്രയായാലും നമുക്ക് നമ്മുടെ ഭാഷയിൽ പെട്ടെന്ന് നാവും തുമ്പത്ത് വരികയുള്ളൂ അല്ലേ. ഭാഷയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം വന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് കേട്ടാ, ആദിലിൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാ ടീച്ചർമാരും ഇങ്ങനെ വീട്ടുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രീ KG UKG LKG കുട്ടികളൊക്കെ ഉണ്ടാവും, ന്യൂ അഡ്മിഷനെ കുട്ടികളൊക്കെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഇവിടെയും കയറി. അപ്പോൾ കുറച്ച് ടീച്ചർമാർ ഇവിടെയും വന്നു. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ അവരോട് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു ടീച്ചർ പറയുകയാണ്, ഇവരുടെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന്. നമ്മുടെ പാലക്കാട് ഭാഷയായിട്ടായിരിക്കും തോന്നണു. അപ്പോൾ ഇവിടെ ഇത് പാലക്കാട് ജില്ലയാണെങ്കിലും ഈ പട്ടാമ്പി ഭാഗത്ത് വേറൊരു സംസാരമാണ് കേട്ടോ. മലപ്പുറത്തൊക്കെ സംസാരിക്കുന്ന ആ ഭാഷയാണ് ഈ പട്ടാമ്പി ഭാഗത്ത് സംസാരിക്കുക. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ശരിക്കും ഉള്ള ഭാഷ എൻ്റെയൊക്കെയാണ്. കാരണം ഞാനൊക്കെ പറഞ്ഞാൽ നെന്മാറ കൊല്ലംകോട് ആ ഭാഗത്തല്ലേ, അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ ഒലവക്കോട് പാലക്കാട് അവിടെ ഉള്ളതാണ് ശരിക്കുള്ള ഭാഷ. അപ്പോൾ ഞാനിങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ അതിലൊരു ടീച്ചർ പറയാണ് കേട്ടോ, അങ്ങനെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന്. അങ്ങനെ ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടാ. അപ്പോൾ കുറച്ച് മുട്ട മസാലയുണ്ട്, പിന്നെ വെണ്ടയ്ക്കപ്പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കട കൂടെ ഞാനൊന്ന് ആറങ്ങോട്ട് വരെ പോയിരുന്നു കേട്ടോ, കത്തിയൊക്കെ ഒന്ന് കൂട്ടാൻ. അതൊക്കെ പോയിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ആവുകയല്ലേ, അപ്പോൾ നോമ്പിനുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ബീഫും ചിക്കനൊക്കെ എടുത്തിരുന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് പീസുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മസാല റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതാ കുറച്ചധികം സബോളയൊക്കെ എടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ മല്ലിയില, കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, അപ്പോഴേ നല്ലൊരു മണം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളത് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഫ്രിഡ്ജിൽ. എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ടാ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ വീണ്ടും ഒന്ന് നല്ലപോലെ അങ്ങോട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ജോലി സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ആ സമയത്തൊന്ന് വന്ന് അടുക്കളയിൽ നിന്ന് ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഒക്കെ പാലെടുക്കാനൊക്കെ പോകുമ്പോൾ ഇക്കാടെ കൂടെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചില ദിവസങ്ങളിലൊക്കെ പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ബീഫ് ഞാൻ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പകുതി മസാല ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ കുറച്ച് ബീഫിൻ്റെ കഷ്ണം അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ അടുപ്പിൽ തന്നെ ഒരു കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്ത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുത്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ നോമ്പിൻ്റെ സമയത്ത് ഇത് വേവിക്കാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട, കുക്കർ ചിലപ്പോൾ ഒഴിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ചിക്കൻ വെന്തപ്പോൾ ആ ചിക്കൻ പീസ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കൻ വെന്ത വെള്ളം ഞാൻ കളഞ്ഞില്ല. അതിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. മാത്രമല്ല ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്കും ഇതിങ്ങനെയൊക്കെ ചെയ്താൽ ഒന്ന് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ആ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ആ ചിക്കനൊന്ന് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയ മസാല പകുതി മാറ്റി വെച്ചിരുന്നില്ലേ, അതിൻ്റെ പകുതി അതിലിട്ട് കൊടുത്ത് നല്ലപോലെ ചൂടാക്കിയിട്ട് ആറാൻ വേണ്ടി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഈ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതെങ്ങനെ ഫ്രീസ് ചെയ്യാനാണ്. നമുക്ക് എന്തെങ്കിലും മസാലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ ഇല്ലാത്ത മസാലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്നൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലിട്ട് കൊടുത്താൽ നല്ല
നല്ല മണമായിരിക്കും കേട്ടോ, ചിക്കൻ്റെ നല്ല മണമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഐസ് ക്യൂബിൻ്റെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഫ്രീസറിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കണ്ട. പിന്നെ ക്യാരറ്റ് മുറിച്ചതൊക്കെ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിരുന്നു. അതേപോലെ തന്നെ മസാലകളാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ നല്ലപോലെ കഴുകി തുടച്ചെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബീഫിൻ്റെ മസാലയാണ്. നമുക്ക് കട്ട്ലേറ്റോ ചിക്കൻ പപ്സോ പപ്സല്ല സമൂസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കാമല്ലോ. പിന്നെ അത് കോഴിൻ്റെ ഫില്ലിങ്ങുമാണ് കേട്ടോ, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റ് വേവിച്ചിരുന്നില്ലേ, അത് നല്ലോണം തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്ത് വെച്ചാൽ നമുക്ക് ആ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഒരു കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം, കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കാം. അതല്ലെങ്കിൽ പാലില്ലാതെ വെറുതെ വെള്ളം ഒഴിച്ചിട്ടും ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടും ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാരറ്റ് മുറിക്കാനും വേവിക്കാനും ഒന്നും നിൽക്കണ്ട. മാത്രമല്ല എൻ്റെ അടുത്ത് ഒരു കുക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കുക്കറിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് സമയമൊക്കെ ലാഭിക്കാൻ പറ്റില്ലേ. പിന്നെ നമുക്ക് കുറച്ച് വൈകിട്ടാണ് അടുക്കളയിൽ കയറിയെങ്കിലും കുറച്ച് സമാധാനമൊക്കെ ഉണ്ടാകും കേട്ടോ. അതുമല്ല പിന്നെ നോമ്പില്ലാത്ത ചെറിയ കുട്ടികളൊക്കെയാണ് വീട്ടിലുണ്ടെങ്കിൽ അയ്യാൻകുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവനക്കൊക്കെ ഇടയ്ക്കൊരു ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഞാനിത് സബോള മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ കേടാവുമൊന്നുമില്ല കേട്ടോ. നല്ലോണം എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി വല്ല ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് സബോള എടുത്തിട്ട് വേഗം അങ്ങോട്ട് മുറിച്ച് വെക്കാമല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് അതെല്ലാം ഞാൻ നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീനിങ് ഒക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. എല്ലാം ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, ഫ്രീസറിലൊന്നും അല്ല, ഇതൊക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ സാധാരണക്കാരുടെ ഫ്രിഡ്ജിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് നേരത്തെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ബീഫിൻ്റെയും ചിക്കൻ്റെയും മസാലയൊക്കെ അങ്ങോട്ട് മേലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അത് ഞാൻ നോമ്പിനായിട്ടല്ല, തേങ്ങ ചിരവിയപ്പോൾ ബാക്കി വന്നപ്പോൾ അതൊരു ചെറിയൊരു ബോക്സിലാക്കി വെച്ചു എന്ന് മാത്രം കേട്ടോ. പിന്നെ അത് ആ ക്യാരറ്റ് വേവിച്ചതൊക്കെ ഒന്ന് തണുത്തതിന് അതും ഒരു ബോട്ടിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സമയം വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു കേട്ടോ എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾക്ക് മുന്നിലെത്തിയാൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത് ചെമ്പരത്തി പൂവിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞു പോയിട്ടോ, കഴിയാറായി. പിന്നെ ഇത് മല്ലിയില കറിവേപ്പില കുറച്ച് തണുത്ത വെള്ളം. അപ്പോൾ ഡോറിൽ ഇത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രിഡ്ജിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണക്കാരൻ്റെ ഫ്രിഡ്ജ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ ഇനി മേടിക്കണം നോമ്പിനൊക്കെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ മേടിച്ച് അതൊക്കെ അതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ പച്ചക്കറി ബോക്സിൽ കുറച്ച് ക്യാരറ്റും തക്കാളിയും അത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതാ മുകളിൽ ഫ്രീസറിൽ ഞാൻ ഐസ് ക്യൂബ് ഞാൻ ആക്കി വെച്ചിരുന്നല്ലോ, ചിക്കൻ്റെ വേവിച്ച വെള്ളം, അത് ഫ്രീസറിൽ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.